പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഉറുദു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ലെറ്റർ റൈറ്റിങ്ങും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് ആ യൂണിറ്റിൻ്റെ അവസാന ഭാഗം ഒന്ന് നോക്കാം. എന്താണ് പാഠത്തിൻ്റെ പേര്? ഇൻതിസാർ മേം എന്നാണ്. ഞാൻ ഒരു പ്രാവശ്യം വായിച്ചു തരാം, അതിനുശേഷം നമുക്ക് അർത്ഥം നോക്കാം. സുഹ്റാ ബാനോ രാത് കാ ഖാന തയ്യാർ കർ രഹി थी. बेटे खाना तैयार है, पढ़ाई ख़त्म करके जल्दी आ जाना, खाना ठंडा हो जाएगा. सबने मिलकर रात का खाना खा गया. खाने के बाद ज़ुहरा बानो नानी अम्मा का बिस्तर लगाने लगी. अम्मी अम्मी क्या मैं आज नानी अम्मा के साथ सो जाऊँ? वह मुझे कहानी सुनाएंगी. हाँ ज़रूर बेटे, तुम उनके साथ ही सो जाओ और कहानी भी सुन लेना. नानी अम्मा अमजद को एक बूढ़ी माम की कहानी सुनाने लगी. कई साल पहले की बात है कि अरब के किसी गांव में एक बुढ़िया रहती थी. उसका एक बेटा था. वो अपनी माम का बहुत अदब करता था. एक दिन उसकी माम बीमार हो गई. बुखार की वजह से वो परेशान थी. जब आधी रात गुजरी तो वो नींद से जाग उठी. उसको बहुत प्यास लगी थी. वो अपने बेटे को पास बुलाकर कहने लगी, बेटे मुझे बहुत प्यास लगी है, थोड़ा पानी पिला दो. यह सुनते ही बेटा जल्दी से पानी लेने के लिए रसोई खाने की तरफ दौड़ा, लेकिन घड़े में पानी नहीं था. वो घड़ा लेकर कुआं की तरफ भागा. जब पानी लेकर आया तो उसकी माम सो चुकी थी. ये खुदा, मैं क्या करूं? इस हाल में अम्मी को जुगाना ठीक नहीं, वो सोचने लगा. सुबह हुई तो अम्मी नींद से जाग उठी. देखा तो बेटा प्याला लेकर पास ही खड़ा है. अम्मी को ताज्जुब हुआ. उसने पूछा, बेटा क्या तुम रात भर यहीं खड़े रहो? बेटे ने मुस्कुराते हुए जवाब दिया, हाँ अम्मी जान, मैं पानी लेने के लिए गया था. जब पानी लेकर आया तो आप सो चुकी थी. आपको जुगाना ठीक नहीं समझा, इसलिए पानी पिलाने के लिए मैं आपके पास ही खड़ा रहा. यह सुनकर बुढ़िया को बहुत खुश हुई और अपने बेटे को दुआएं देने लगी. നമുക്ക് ഈ കഥ കുറച്ച് ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? നമുക്കിതിൻ്റെ വാക്കർത്ഥങ്ങൾ ഒന്ന് നോക്കാം. ഞാൻ ഓരോ വാക്കിൻ്റെയും അർത്ഥങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളെല്ലാവരും അത് നോട്ട് ചെയ്ത് വെക്കണം. ബിസ്തർ എന്ന് പറഞ്ഞാൽ വിരിപ്പ്. സോന ഉറങ്ങുക. കഹാനി, കഹാനി എന്ന് പറഞ്ഞാൽ കഥ. ബൂഢി മാം വൃദ്ധയായ ഉമ്മ. സാൽ വർഷം. ഗാവും ഗ്രാമം. ബുഡിയ വൃദ്ധ. അദബ് ബഹുമാനം, റെസ്പെക്റ്റ്. ബീമാർ രോഗി. ബുഖാർ പനി. പരേശാൻ ബുദ്ധിമുട്ട്, പ്രയാസം, കഷ്ടപ്പാട് എന്നൊക്കെ പറയും. ആധീരാത്ത് അർദ്ധരാത്രി. നീന്ത് ഉറക്കം. ജാഗ്ന ഉണരുക. പ്യാസ് ദാഹം. റസൂയി ഖാന അടുക്കള. ദൗഡ്ന ഓടുക. ഘടേ കുടം, നമ്മൾ വെള്ളം കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന കുടം. കുവേം കിണർ. പ്യാല ഗ്ലാസ്, വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന കപ്പ്, ഗ്ലാസ്. താജ്ജുബ് ആശ്ചര്യപ്പെടുക, അത്ഭുതപ്പെടുക. മുസ്കുരാന പുഞ്ചിരിക്കുക. ദുആ പ്രാർത്ഥന. ഇത്രയും വാക്കർത്ഥങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. സുഹ്റാ ബാനു രാത് കാ ഖാന തയ്യാർ കർ രഹി തി. സുഹ്റാ ബാനു എന്ന് പറഞ്ഞാൽ ആരാണ്? അമ്മയാണ് അല്ലേ? അമ്മ രാത്രിയിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു. ബേട്ടെ ഖാന തയ്യാർ ഹേ, പടായി ഖത്തം കർക്കെ ജൽദി ആ ജാന. മോനോട് പറയാണ്, മോനെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, നിൻ്റെ പഠനം നിർത്തിയിട്ട് പെട്ടെന്ന് വാ,
ഖാന ടണ്ടാ ഹോ ജായേഗ, അല്ലെങ്കിൽ എന്താവും, ഭക്ഷണം തണുത്തു പോവും. സബ്നെ മിൽക്കർ രാത് കാ ഖാന ഖാ ഗയ, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് രാത്രി ഭക്ഷണം കഴിച്ചു. ഖാനെ കെ ബാദ് സുഹ്റ ബാനു നാനി അമ്മാ കാ ബിസ്തർ ലഗാനെ ലഗ, അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം സുഹ്റ ബാനു എന്ത് ചെയ്തു, വല്യുമ്മയുടെ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ വിരിപ്പ് വിരിക്കാൻ തുടങ്ങി. ബെഡ്ഷീറ്റ് അല്ലേ, ബിസ്തർ എന്ന് പറഞ്ഞാൽ വിരിപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അമ്മി അമ്മി ക്യാ മേം ആജ് നാനി അമ്മാക്കെ സാത്ത് സോ ജാവും, അപ്പോൾ മോള് ചോദിക്കുകയാണ്, അമ്മേ ഞാനിന്ന് മുത്തശ്ശിയുടെ കൂടെ കിടക്കട്ടെ, ഞാനിന്ന് വല്യുമ്മയുടെ കൂടെ കിടന്നുറങ്ങട്ടെ. വോ മുझे കഹാനി സുനായെങ്കിൽ, കാരണം എന്താണ്, അവരെനിക്ക് നല്ല കഥകളൊക്കെ പറഞ്ഞു തരും. ഹാം ജറൂർ ബേട്ടെ, ശരി മോളെ. തും ഉൻകെ സാത്ത് ഹി സോ ജാവോ और കഹാനി ബി സുൻ ലേന, നീ അവരുടെ കൂടെ തന്നെ കിടന്നോ, നല്ല കഥകളൊക്കെ കേട്ട് കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞു. നാനി അമ്മാം അംജദ് കോ ഏക്ക് ബൂഢി മാം കി കഹാനി സുനാനെ ലഗി, അങ്ങനെ എന്ത് ചെയ്തു, അംജദിന് നല്ലൊരു കഥ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്കും കൂടി ആ കഥ ഒന്ന് കേൾക്കാം അല്ലേ. കഥയുടെ പേരെന്താണ്, ഇന്തിസാർ മേം, കാത്തിരിപ്പിൽ. ഇന്തിസാർ എന്ന കാത്തിരിപ്പ്. ഇതിനെല്ലാവരും കഥ കേൾക്കട്ടോ. कई साल पहले की बात है कि अरब के किसी गाँव में एक बुढ़िया रहती थी. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് പണ്ട് നടന്നൊരു സംഭവമാണ്. എന്താണ്, അറേബ്യയിലെ ഒരു ഗ്രാമത്തിൽ ഒരു വൃദ്ധയായ സ്ത്രീ താമസിച്ചിരുന്നു. ഉസ്ക ഏക്ക് ബേട്ടാത്ത, അവർക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു. വോ അപ്പിനി മാം കാ ബഹുത്ത് അദബ് കർത്താത്ത, ആ മോനെ ഉമ്മയോട് നല്ല ബഹുമാനമായിരുന്നു. ഏക് ദിൻ ഉസ്കി മാം ബീമാർ ഹോ ഗയി, അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ഉമ്മ എന്തായിരുന്നു, ഉമ്മാക്ക് രോഗം വന്നു. ബുഹാർ കി വജഹസെ വോ പരേശാൻ തി, നല്ല പനി ഉണ്ടായിരുന്നു, പനി കാരണം വളരെ ബുദ്ധിമുട്ട് ആയി. ജബ് ആദി രാത്രി ഗുസരി തോ വോ നീന്ത് സെ ജാഗ് ഉട്ടി, അങ്ങനെ ആ ദിവസം ഒരു അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ആ ഉമ്മ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു. ഉസ്കോ ബഹുത്ത് പ്യാസ് ലഗി തീ, ഉമ്മാക്ക് എന്തായിരുന്നു, നല്ല ദാഹം തോന്നി. നല്ല പനി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ദാഹം ഉണ്ടാവും അല്ലേ. ഉമ്മാക്ക് നല്ല ദാഹം വന്നു. വോ അപ്പിനെ ബേട്ടേക്കോ പാസ് ബുലാക്കർ കഹനെ ലഗി, അങ്ങനെ ഉമ്മ തൻ്റെ മോനെ അടുത്തേക്ക് വിളിച്ചിട്ട് മോനോട് പറയാണ്, ബേട്ടേ മുझे ബഹുത്ത് പ്യാസ് ലഗി ഹേ, മോനെ എനിക്ക് നല്ല ദാഹം ഉണ്ട്. തൊട പാനി പിലാതോ, എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുപോവാ. ये सुनते ही बेटा जल्दी से पानी लाने के लिए रसोई खाने की तरफ दौड़ा. ഇത് കേട്ടപാട് മകൻ എന്ത് ചെയ്തു, വെള്ളം എടുക്കാൻ വേണ്ടി കുടത്തിൻ്റെ അടുത്തേക്ക് പോയി, അതായത് അടുക്കളയിലേക്ക് പോയി. ലേക്കിൻ ഘടയമേം പാനി നഹീം ത, പക്ഷേ അടുക്കള ചെന്ന് നോക്കുമ്പോൾ കുടത്തിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. വോ ഖെടാ ലേക്കർ കുവേം കി തരഫ് ഭാഗ, അവനെന്ത് ചെയ്തു, ആ കുടവും എടുത്തിട്ട് കിണറ്റിൻ്റെ അടുത്തേക്ക് ഓടി. ജബ് പാനി ലേക്കർ ആയാത്തോ ഉസ്കി മാം സോ ചുക്കി തീ, അങ്ങനെ അവൻ വെള്ളവുമായി വന്നപ്പോഴേക്കും അവൻ്റെ ഉമ്മ വീണ്ടും ഉറങ്ങിയിരുന്നു. യേ ഹുദാ മേ ക്യാ കരും, എൻ്റെ ദൈവമേ ഞാനിനി എന്ത് ചെയ്യും. ഇസ് ഹാൽ മേം അമ്മിക്കോ ജുഗാന ടീക്ക് നഹീം വോ സോച്ചിനെ ലഗ, അവനിങ്ങനെ ആലോചിച്ചു, ഉമ്മ ഏതായാലും ഉറങ്ങിപ്പോയി, ഇനി ഉമ്മനെ ഉണർത്തുന്നത് എന്തല്ല, ശരിയല്ല എന്നവൻ ചിന്തിച്ചു. സുബഹ് ഹുയി തോ അമ്മി നീന്ത് സെ ജാഗ് ഉട്ടി, അങ്ങനെ രാവിലെ ആയപ്പോൾ ഉമ്മ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു. ദേക്കാത്തോ ബേട്ട പ്യാല ലേക്കർ പാസ് ഹി ഗഡാഹെ, അങ്ങനെ ഉമ്മ ഉറക്കുന്ന എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്താ കാണുന്നത്, മകൻ വെള്ള ഗ്ലാസുമായിട്ട് അടുത്തു തന്നെ നിൽക്കുന്നുണ്ട്. അമ്മിക്കോ താജ്ജുബ് ഹുവ, ഉമ്മാക്ക് ആശ്ചര്യം ആയി. ഉസ്നെ പൂച്ച, അമ്മ ചോദിക്കുകയാണ്, ബേട്ട തും ക്യാ തും രാത്ത് ബർ യഹീം ഗഡേ രഹേ, മോനെ നീ രാത്രി മുഴുവനും ഇവിടെ തന്നെ നിന്നിരുന്നോ, അതായത് ഈ വെള്ള ഗ്ലാസും പിടിച്ച് നീ രാത്രി മുഴുവനും ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ആയിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ബേട്ടേനെ മുസ്കുരാത്തേ ഹുയെ ജവാബ് ദിയ, മോനെ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഹാ അമ്മി ജാൻ, അതെ ഉമ്മ, മേം പാനി ലേനെ കേലിയെ ഗയാത്ത, ഞാൻ വെള്ളമെടുക്കാൻ വേണ്ടി പോയി. ജബ് പാനി ലേക്കർ ആയാത്തോ ആപ്പ് സോ ചുക്കി തീ, അങ്ങനെ ഞാൻ വെള്ളമെടുത്ത് മടങ്ങി വന്നപ്പോഴേക്കും എന്തായി, നിങ്ങൾ ഉറങ്ങിപ്പോയി. ആപ്കോ ജുഗാന ടീക്ക് നഹീം സംജ, ഞാൻ നിങ്ങളെ ഉറക്കിൽ നിന്ന് ഉണർത്തുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി, ഒരാളുടെ ഉറക്ക് ബുദ്ധിമുട്ടാക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി.
इसलिए पानी पिलाने के लिए मैं आपके पास ही ഖടാ रहा. അതുകൊണ്ട് എന്തായി, ഞാൻ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി, നിങ്ങൾ എപ്പോഴാണോ ഉണരുന്നത് അപ്പം നിങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അടുത്തു തന്നെ ഞാൻ നിന്നിരുന്നു. സുൻകർ ബുഡിയ ബഹുത്ത് ഖുഷ് ഹുയി. ഇത് കേട്ടപ്പോൾ ഈ ഉമ്മാക്ക് വലിയ സന്തോഷമായി. ഔർ അപ്പിനെ ബേട്ടെ കോ ദുആം ദേനെ ലഗി. എന്നിട്ട് എന്ത് ചെയ്തു, അവരവരുടെ മകന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. ഇതാണ് കഥ. നമുക്ക് ഇതിലുള്ള പ്രവർത്തനങ്ങളും കൂടി ഒന്ന് നോക്കാം അല്ലേ. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. ബച്ചോ യേ കഹാനി ആപ്കോ പസന്ത് ആയി ഹോഗി. ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. ഇസ് കഹാനി കെ കിസ് കിർദാർ കോ ആപ്കോ ജ്യാദാ പസന്ത് കർത്തേ ഹേ. ഈ കഥയിലുള്ള ഏത് കഥാപാത്രത്തെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഇപ്പോൾ ഈ കഥയിൽ ആരൊക്കെ ഉണ്ട്? ഉമ്മയും മോനും ഉണ്ട് അല്ലേ. ഇതിൽ ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? മകനെ ആയിരിക്കും, ലഡ്ക അല്ലേ. ക്യോം, എന്തുകൊണ്ട്? തോൻ ദോ തീൻ ജുംലോ മേ ലിഖിയെ. നിങ്ങൾ 2-3 വാക്കിൽ ഉത്തരം എഴുതുക. നമുക്ക് കുട്ടിയെക്കുറിച്ച് എഴുതാം. എന്തൊക്കെയാണ് കുട്ടി ചെയ്തത്? അല്ലേ, ഈ കുട്ടിയുടെ പ്രത്യേകത എന്താണ്? ഈ കുട്ടിക്ക് തൻ്റെ ഉമ്മയോട് നല്ല സ്നേഹമാണ്, നല്ല ബഹുമാനമാണ്. നമ്മളെങ്ങനെ പറയാം? ലഡ്ക അപ്പിനി മാംകോ അദബ് കർത്താത്ത. ഈ കുട്ടി, ആൺകുട്ടി എന്ത് ചെയ്തു? തൻ്റെ ഉമ്മയെ നന്നായിട്ട് ബഹുമാനിച്ചിരുന്നു. പിന്നെന്താ കുട്ടി ചെയ്തത്? വെള്ളം അടുക്കളയിൽ ഇല്ലാത്തപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കുടവുമായി പിന്നെ കിണറിൻ്റെ അടുത്തേക്ക് ഓടി അല്ലേ. അങ്ങനെ പറയാം. പാനി ലേനെ കേലിയെ വോ കുവേ കി തരഫ് ഭാഗ. വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അവൻ കിണറ്റിൻ്റെ അരികിലേക്ക് ഓടി. ഇനി പിന്നെന്താണ് കുട്ടിയുടെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റുക? രാത്രി മുഴുവനും കുട്ടി എന്ത് ചെയ്തു? ഉമ്മ ഉണരുന്നത് വരെ ആ വെള്ള ഗ്ലാസും പിടിച്ചിട്ട് അവിടെ നിന്നു. നമുക്കങ്ങനെ ഉറുദുവിൽ എഴുതാം. ലഡ്ക പാനി കാ പ്യാല പക്കഡ്കർ രാത്ത് ഭർ അമ്മി കെ പാസ് രഹ. രാത്രി മുഴുവനും ആ വെള്ള ഗ്ലാസും പിടിച്ചിട്ട് ഉമ്മയുടെ അടുത്തു തന്നെ നിന്നു. അത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം അല്ലേ. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ബച്ചോ नीचे चंद बर्तनों की तस्वीरें दी गई है, उनके नाम लिखिए. താഴെ ഒരുപാട് പാത്രങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞത്. ഉദാഹരണത്തിന് ഗ്ലാസ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ് എന്നവിടെ എഴുതിയിട്ടുമുണ്ട്. അതേപോലെ ബാക്കിയുള്ളതിൻ്റെ പേര് നമ്മൾ എഴുതണം. എന്താണ് നിങ്ങൾ എഴുതൂലേ? ആദ്യം കാണുന്നത് എന്താണ്? ഒരു കപ്പാണ്. കപ്പിന് നമ്മൾ പ്യാല എന്ന് പറയും. രണ്ടാമത്തെ ഒരു മൺപാത്രമാണ്, അതിന് നമ്മൾ എന്താ പറയുക? മിട്ടി കെ ബർത്തൻ. മിട്ടി പറഞ്ഞ മണ്ണ്, മിട്ടി കെ ബർത്തൻ. മൂന്നാമത് കാണുന്ന ഒരു കുടമാണ്, കുടത്തിന് നമ്മൾ ഹാണ്ടി എന്ന് പറയും. മൺകലത്തിന്, കലത്തിന് വലിയ കലാണ്, അതിന് ഹാണ്ടി എന്ന് പറയും. പിന്നെ കാണുന്നൊരു കൂജയാണ്. കൂജ പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ വെള്ളമൊക്കെ വേനൽക്കാലത്തൊക്കെ വെള്ളം കുടിക്കാൻ, വെള്ളമൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു മണ്ണ് കൊണ്ടുള്ളൊരു പാത്രം, അതിന് കൂസ എന്ന് പറയും. കൂസ. നിങ്ങൾ അതിൻ്റെ നേരെ അത് എഴുതുക. അതുപോലെ നിങ്ങൾ നോട്ടിലേക്കും നിങ്ങളത് എഴുതണം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബച്ചോ പാനി ഏക് അൻമോൽ ചീസ് ഹേ, ആപ്പ് കഹാം കഹാം സെ പാനി ലേത്തെ ഹേ. പാനി കെ ബാരെ മേം ചന്ദ് ജുംല ലിഖിയെ. നമ്മുടെ എന്താ പറഞ്ഞത്? കുട്ടികളെ, വെള്ളം എന്ന് പറയുന്നത് എന്താണ്? ഒരു അമൂല്യ വസ്തുവാണ്. നിങ്ങൾ ആപ്പ് കഹാം കഹാം സെ പാനി ലേത്തെ ഹേ, നിങ്ങൾ എവിടെ നിന്നൊക്കെയാണ് വെള്ളം എടുക്കാറുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞു കിണറിന് എന്താ പറയുക? കുവേംസെ അല്ലേ. അതുപോലെ തോടിന് നെൽ എന്നാ പറയുക, നെൽ. അതുപോലെ ടാപ്പിനും നമ്മൾ നെൽ എന്ന് തന്നെയാണ് പറയുക. അതുപോലെ കുളത്തിന് എന്താ പറയുക? കുളത്തിന് താലാബ് എന്ന് പറയും. അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. ഇനി നമുക്ക് നമ്മളോട് എന്താ ചോദിച്ചത്? വെള്ളത്തെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. പാനി ഹുദാക്കി ഏക് നിഅമത്ത് ഹേ. അത് നമുക്ക് എഴുതാം അല്ലേ. വെള്ളം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. വെള്ളം ഒരു അമൂല്യ വസ്തുവാണെന്ന് ഇതിലുണ്ട് അല്ലേ. പാനിയേക്ക് അൻമൂൽ ചീസ് ഹേ. നമുക്കതേപോലെ അതങ്ങ് എഴുതി വെക്കാം. പാനിയേക്ക് അൻമൂൽ ചീസ് ഹേ. ഇപ്പോൾ ഒന്നായി. രണ്ടാമത് എന്താണ്? പാനി ഹുദാക്കിയേക്ക് ബഡി നിഅമത്ത് ഹേ. ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് വെള്ളം. മൂന്നാമത് എന്താ ചെയ്യുക? വെള്ളമില്ലെങ്കിൽ ജീവനുണ്ടോ? ഇല്ലല്ലോ. അത് നമുക്കത് എഴുതാം. പാനി നെഹീം തോ ജീവൻ നെഹീം അല്ലേ. വെള്ളമില്ലെങ്കിൽ ജീവൻ ഇല്ല. ഇനി നമുക്ക് എന്ത് ചെയ്താം? നമ്മൾ വെള്ളത്തിന് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? വൃത്തിയാക്കാൻ അല്ലേ ഉപയോഗിക്കുന്നുണ്ട്. പാനി സെ ഹം സ്വാഫ് കർത്തേ ഹേം. അത് നമുക്ക് എഴുതാം. ഇത്രയും കാര്യങ്ങൾ
നിങ്ങൾ എഴുതി വെക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. देखिए अमजद के घर में उनके माँ बाप और नानी अम्मा है. आपके घर में कौन कौन है? किसी एक के बारे में चंद जुमला लिखिए. നമ്മുടെ എന്താ പറഞ്ഞത്? അംജദിൻ്റെ വീട്ടിൽ കുറേ പേരുണ്ട് അല്ലേ? ആരൊക്കെ ഉണ്ട്? ഉമ്മ, ഉപ്പ, അതുപോലെ മുത്തശ്ശിയൊക്കെ ഉണ്ട് അല്ലേ? ആപ്കെ ഘർ മേ കോൻ കോൻ ഹേ? നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നാണ് ചോദ്യം. കിസി ഏക് കെ ബാരെ മേ ചന്ദ് ജുംല ലിഖിയെ. ഏതെങ്കിലും ഒരാളെക്കുറിച്ച് നിങ്ങളോട് ഏതാനും വാക്കുകൾ എഴുതാനാണ് പറയുന്നത്. നമുക്ക് എഴുതാം അല്ലേ? നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഉപ്പയുണ്ട്. ഉപ്പക്ക് എന്താ പറയുക? അബ്ബ, അല്ലെങ്കിൽ എന്താ പറയുക? അബ്ബ. അതുപോലെ ഉമ്മയുണ്ട്. ഉമ്മാക്ക് അമ്മി. പിന്നെ മുത്തശ്ശി അല്ലേ? നാനി. മുത്തശ്ശൻ നാന അല്ലേ? പിന്നെ ആരുണ്ട്? സഹോദരനുണ്ട്. സഹോദരൻ എന്താ പറയുക? ഭായ്. പിന്നെ സഹോദരി ഉണ്ട്, ബഹൻ അല്ലേ? പിന്നെ അതുപോലെ അമ്മായി, അമ്മാവൻ അല്ലേ? മാമി, മാമൂൻ ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് എഴുതാം. ഏതെങ്കിലും ഒരാളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് എഴുതണം അല്ലേ? നമുക്ക് നമ്മുടെ ഉമ്മയെക്കുറിച്ച് എഴുതാം. ഉമ്മയെക്കുറിച്ച് എന്തൊക്കെ എഴുതാം? മേരി ഘർ മേ അമ്മി ഹേ എന്ന് എഴുതാം. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയുണ്ട്. ഉമ്മയുടെ പേരെന്താണ്? ഉമ്മാക്ക നാം, അമ്മീക്ക് നാം എന്ന് എഴുതിയിട്ട് ഉമ്മയുടെ പേരെഴുതാം അല്ലേ? പിന്നെന്താണ്? എനിക്ക് ഉമ്മയോട് നല്ല ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറയാം. മുജുക്കോ അമ്മീസേ പ്യാർ ഹേ അങ്ങനെ എഴുതാം അല്ലേ? പിന്നെന്താണ്? ഉമ്മ എന്തൊക്കെ തരുന്നത്? അമ്മി മുझे ഖാന ദേത്തി ഹേ. ഉമ്മ എനിക്ക് ഭക്ഷണം തരുന്നു അല്ലേ? പിന്നെന്തൊക്കെ ചെയ്യുന്നു? അമ്മീക്കോ മുझसे പ്യാർ ഹേ. ഉമ്മയ്ക്ക് എന്നോടും ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. നിങ്ങളൊന്ന് എഴുതി നോക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് നോട്ട് എത്രയും പെട്ടെന്ന് എന്നെ കാണിക്കുകയും വേണം. എല്ലാവർക്കും ശുക്രിയ. നന്ദി.